നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിൽ കണ്ടു. ഹിന്ദിയിൽ തയ്യാറാക്കിയ വിശദീകരണക്കുറിപ്പുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷായെയാണ് ഗവർണർ കണ്ടത്. തനിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രപതിക്കും കേന്ദ്രത്തിനും അയച്ച കത്തിന് മറുപടി നൽകുകയായിരുന്നു ലക്ഷ്യം. കേരളത്തിലെ സാഹചര്യങ്ങൾ അമിത്ഷായെ ധരിപ്പിച്ചു. ഗവർണർക്ക് അനുകൂലമായ നിലപാടാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചത്. സംഭവത്തിൽ പിണറായിക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. ഇതോടെ പിണറായിയുടെ അഹങ്കാരത്തിന് തീരുമാനമാകും. തുടർച്ചയായി പ്രോട്ടോകോൾ ലംഘിക്കുന്നതായും നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടുന്നതടക്കം ഭരണഘടനാ ചുമതലകൾ നിർവഹിക്കുന്നില്ല എന്നും ആരോപിച്ചാണ് ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്തയച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അസാധാരണ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഭരണരംഗത്ത് ഗവർണർ അസാധാരണ നടപടികൾ സ്വീകരിക്കുന്നെന്ന ആരോപണം. ഇതിന് വ്യക്തമായ മറുപടി ഗവർണർ നൽകും. കേരളത്തിലെ ക്രമസമാധാനം തകർന്നുവെന്നും വിശദീകരിക്കും. തന്നെ ആക്രമിക്കാൻ പാർട്ടി പ്രവർത്തകരെ അയച്ചതടക്കം ഗുരുതരമായ ആരോപണങ്ങളാണ് ഗവർണറുടെ കുറിപ്പിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉള്ളതെന്നാണ് സൂചന. വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിൽ റോഡിൽ വെച്ച് അതിക്രമം ഉണ്ടായപ്പോൾ കാറിൽ നിന്നിറങ്ങിയത് സ്വയം രക്ഷാർത്ഥമാണെന്നും ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ കാറിൽ വെച്ച് ആക്രമിക്കപ്പെടുമായിരുന്നുവെന്നും ഗവർണർ അറിയിച്ചു. തന്റെ സുരക്ഷയിൽ മനഃപൂർവ്വം വീഴ്ച വരുത്തുകയാണെന്നും ഗവർണർ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്രസേനയുടെ സുരക്ഷയുടെ ആവശ്യകതകളിലേക്കും ചർച്ചകൾ എത്താൻ സാധ്യതയുണ്ട്. പ്രതിഷേധക്കാർ പോലീസിനെ മറികടന്ന് രാജ്ഭവൻ വളപ്പിൽ കയറി. ഗവർണറുടെ സുരക്ഷ കേന്ദ്രസേനയെ ഏൽപ്പിക്കുവാൻ കേന്ദ്രം തീരുമാനമെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. ഗവർണർ അസാധാരണമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും പെരുമാറ്റം കേന്ദ്ര സർക്കാർ പരിശോധിക്കണമെന്നുമാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് അക്കമിട്ട് നിരത്തി ഗവർണർ മറുപടി നൽകുമെന്നാണ് സൂചന. കേരളത്തിൽ നിയമവാഴ്ചയില്ലാത്തതിന് ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന കേന്ദ്ര സർക്കാരിനെ ഗവർണർ ബോധ്യപ്പെടുത്തി. പോലീസിനെ മുഖ്യമന്ത്രി രാഷ്ട്രീയ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണ്. സംസ്ഥാനത്ത് സാഹചര്യം സങ്കീർണമാണെന്നും പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നതുമാണ് ഗവർണറുടെ നിലപാട്. തനിക്ക് കേരളത്തിലെ ജനങ്ങളിൽ നിന്നൊരു ഭീഷണിയുമില്ല. അവർ തനിക്കൊപ്പമാണ്. ഭീഷണി CPM ക്രിമിനലുകളിൽ നിന്ന് മാത്രമാണ്. മുഖ്യമന്ത്രിയാണ് ഈ ക്രിമിനലുകളെ വളർത്തുന്നത്. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗങ്ങളെ തടഞ്ഞതിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നിയമം പാലിക്കപ്പെടണം. മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ പുതുമയില്ല. മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആര് സംസാരിച്ചാലും അവർക്കെതിരെ കേസെടുക്കും. ആരും മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല. ഇതാണ് ഗവർണറുടെ പ്രഖ്യാപിത നിലപാട്. കേരളത്തിലെ മാധ്യമങ്ങൾ ഭയപ്പാടിലാണ്. കേരളത്തിൽ പോലീസ് നിസ്സഹായരാണ്. അവർ എന്ത് ചെയ്യണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയാണെന്നും ഗവർണർ പറഞ്ഞിരുന്നു. ഈ സാഹചര്യവും അമിത്ഷായെ അറിയിക്കാനാണ് രാജ്ഭവന്റെ തീരുമാനം. അതേസമയം സംസ്ഥാന സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ തുടരാൻ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഗവർണർ. ഇരുകൂട്ടരും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായി തുടരവെ സർവകലാശാലകളിൽ സ്ഥിരം VC-മാരെ നിയമിക്കുവാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടപടി തുടങ്ങി. VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകാൻ ആവശ്യപ്പെട്ട് 6 സർവകലാശാലകൾക്ക് കൂടി ഗവർണർ കത്തയച്ചിരിക്കുകയാണ്. നേരത്തെ കുസാറ്റ്, മലയാളം സർവകലാശാലകൾക്ക് ഡിസംബർ ആദ്യവാരം തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കത്തയച്ചിരുന്നു. സർവകലാശാലകളിൽ സ്ഥിരം VC-മാരെ നിയമിക്കുവാൻ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഗവർണറുടെ പുതിയ നീക്കമെന്നതാണ് ശ്രദ്ധേയം. നിലവിൽ സംസ്ഥാനത്തെ 9 സർവകലാശാലകളിലാണ് സ്ഥിരം VC-മാരില്ലാത്തത്. കണ്ണൂർ, കേരള, MG, കുസാറ്റ്, ഫിഷറീസ്, മലയാളം, KTU, കാർഷികം എന്നീ 8 സർവകലാശാലകൾക്ക് സ്ഥിരം VC-മാരെ നിയമിക്കേണ്ടതായുണ്ട്. ഇതിനു പുറമെ നിയമ സർവകലാശാലയിലും സ്ഥിരം VC ഇല്ലെങ്കിലും ഹൈക്കോടതിയുടെ അധികാരപരിധിയിലായതിനാൽ ഗവർണർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. സർവകലാശാലയിൽ സ്ഥിരം VC-മാരെ നിയമിക്കുവാൻ ചാൻസലർ 3-അംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെന്നാണ് വ്യവസ്ഥ. ഇതിൽ UGCയുടെയും ചാൻസലറുടെയും പ്രതിനിധികളെ ഗവർണർക്ക് തന്നെ നിയോഗിക്കാം. എന്നാൽ സർവകലാശാലയുടേതാണ് മറ്റൊരു പ്രതിനിധി. ഈ സാഹചര്യത്തിൽ സർവകലാശാലകളോട് ഗവർണർക്ക് സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ ആവശ്യപ്പെടാം. ഗവർണർക്കെതിരെ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും കത്തയച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ പ്രതികരണം നടത്തുന്നത്. ഗവർണറെ തിരികെ വിളിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കത്ത്. ഗവർണർ ചുമതല നിറവേറ്റുന്നില്ല എന്നും നിരന്തരം പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നുവെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ ഏറെ നാളായി നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള നിർണായക നീക്കമാണ് ഈ കത്തയക്കൽ നടപടി. ഗവർണറുടെ പ്രോട്ടോകോൾ ലംഘനമടക്കം കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേരള സർവകലാശാല സെനറ്റിൽ ABVP പ്രവർത്തകരെ നിയമിച്ച ഗവർണറുടെ നടപടിക്കെതിരെ നടന്ന SFI പ്രതിഷേധത്തെ ഗവർണർ നേരിട്ട രീതിയാണ് സർക്കാരിനെ പ്രകോപിപ്പിച്ചത്. അതേസമയം നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർ തീരുമാനം വൈകിപ്പിക്കുന്നതിനെതിരായ നിയമ പോരാട്ടം കടുപ്പിക്കുവാൻ ഉറച്ച് സംസ്ഥാന സർക്കാർ. മുമ്പ് സമർപ്പിച്ച പ്രത്യേകാനുമതി ഹർജി ഭേദഗതി ചെയ്ത് പുതിയ ഹർജി നൽകി. ബില്ലുകൾ സംബന്ധിച്ച ഗവർണറുടെ അധികാരം പുനഃപരിശോധിക്കണമെന്നാണ് പുതിയ ഹർജിയിലെ പ്രധാന ആവശ്യം. ഗവർണറുടെ നടപടി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾക്ക് തടസ്സമാകുന്നുവെന്ന ആരോപണമായിരുന്നു ആദ്യ ഹർജിയിൽ ഉന്നയിച്ചത്. എന്നാൽ ഹർജി പരിഗണിക്കുന്നതിന്റെ തലേന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പൊതുജനാരോഗ്യ ബില്ലിൽ ഒപ്പുവെച്ചു. ഇതോടെ ആദ്യ ഹർജിയിലെ വാദം ദുർബലമായെന്ന വിലയിരുത്തലിലാണ് ഭേദഗതി ഹർജി സമർപ്പിച്ചത്. ഭരണഘടനാ പ്രശ്നം ഉന്നയിക്കാനുണ്ടെങ്കിൽ ഹർജി തിരുത്തി സമർപ്പിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. ഗവർണർക്കെതിരെ ഉത്തരവിടാനുള്ള പരിമിതി കണക്കിലെടുത്താണ് സുപ്രീം കോടതി റിട്ട് ഹർജി തീർപ്പാക്കിയത്.
ഗവർണർക്ക് നിർദ്ദേശം നൽകാനും കോടതിക്ക് പരിമിതിയുണ്ട്. എന്നാൽ നിയമസഭ പാസാക്കുന്ന ബില്ലുകളുടെ കാര്യത്തിൽ എല്ലാ ഗവർണർമാർക്കും ബാധകമാകുന്ന പ്രഖ്യാപനം സുപ്രീം കോടതി നടത്തണമെന്നാണ് കേരള സർക്കാരിന്റെ ആവശ്യം. ഇത് ഗവർണർക്കെതിരല്ലെന്നും ഭരണഘടന വ്യാഖ്യാനമായി കണക്കാക്കണമെന്നുമാണ് വാദം. ഗവർണർ ഭരണഘടനാ പദവി ലംഘിച്ചെന്നും ബില്ലുകൾ ഒപ്പിടുന്ന കാര്യത്തിൽ സമയപരിധി നിശ്ചയിക്കണമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. നിയമസഭയ്ക്കും എക്സിക്യൂട്ടീവിനും ഗവർണർക്കും കൂട്ട ഉത്തരവാദിത്തമാണുള്ളത്. ഗവർണർ സർക്കാരിന്റെ ഭാഗമാണ്. അതിനാൽ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ അധികാരമില്ലെന്ന് ഭേദഗതി ചെയ്ത പ്രത്യേക അനുമതി ഹർജിയിൽ കേരള സർക്കാർ വാദിക്കുന്നു. ഭരണഘടനയുടെ 32-ാം വകുപ്പ് പ്രകാരം സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കുവാനും കോടതിയുടെ സവിശേഷാധികാര പ്രകാരമുള്ള നിയമപരിഹാരം തേടുവാനുമാണ് റിട്ട് ഹർജി നൽകിയത്. ഈ ഹർജിയുടെ സാധുത കേന്ദ്ര സർക്കാർ ചോദ്യം ചെയ്താലും ഗവർണർക്കെതിരായ നിയമ പോരാട്ടം തുടരുവാൻ 136-ാം വകുപ്പ് പ്രകാരം പിന്നീട് പ്രത്യേക അനുമതി ഹർജി സമർപ്പിച്ചു. ബില്ലുകളുടെ കാര്യത്തിൽ ഭരണഘടനയുടെ 200-ാം വകുപ്പ് പ്രകാരമുള്ള അധികാരം വിനിയോഗിക്കുവാൻ ഗവർണറോട് നിർദ്ദേശിക്കണമെന്ന ആവശ്യം നേരത്തെ ഉന്നയിച്ചിരുന്നു. ഭരണഘടനാപരമായ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ ഗവർണറെ കക്ഷിയാക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കോടതി ഇടപെട്ടില്ല. ക്രിസ്മസ് പുതുവത്സര അവധിക്ക് ശേഷം ജനുവരി ആദ്യമാകും ഹർജി കോടതിയിൽ പരിഗണിക്കുക. നന്ദി, നമസ്കാരം.